16 രൂപയുടെ മുട്ട ടേസ്റ്റ് ചെയ്യാം. കുറച്ച് പേര് പറഞ്ഞ് കാടമുട്ടയാണ്. ഇത് കഴിച്ചു വരുമ്പോൾ കുറച്ച് നേരം ഫുഡുണ്ടല്ലോ. ഇത് കുറേ നേരം ഓർഡർ ചെയ്തോണ്ടാണ് കാണാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളുള്ളൂ. വേറെ ഫുഡില്ലേ? ഉണ്ട്. ക്യാമറ ഉള്ളതുകൊണ്ട് 2 പീസ് ചിക്കനാണ്. അങ്ങനെ ഇതൊരു പീസ്. അതും ചിക്കനല്ലേ? അല്ല, ഇതൊരു പീസേ ഉള്ളൂ. അങ്ങനെയല്ല, ഒരു പീസ്. ആ ചിക്കനകത്ത് 2 പീസ് കണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എക്സ്പെൻസീവ് മുട്ടയും കയറില്ല, അത് ചിലപ്പോൾ തോന്നുന്നു. ബീഫ് ആവറേജാണ്. പക്ഷെ ഞാൻ ഇറ്റ്സ് ഓക്കെ. എനിക്ക് അതായത് എത്ര രൂപ ഇതിന് ബീഫിന്? എനിക്ക് തോന്നില്ലേ ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കപ്പി കൊടുക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് കപ്പ് മാറി വീണതാണ്, അത്രേ ഉള്ളൂ. ഓ, നല്ല അച്ചാർ. ഇത് പായസമാണ്, കസ്റ്റേർഡാണ്. നല്ല ചോദിച്ചിരുന്നു. പായസവും മീൻകറിയും കൂടെ, മീനും കൂടെ കഴിക്കാൻ അനുഭവിക്കണം നിങ്ങൾ. ഇവിടെ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിരിയാണി എന്തുകൊണ്ടാണ്? 3 ഉണ്ടായിരുന്നു, 1 നിർത്തലാക്കി. ഇപ്പൊ 2 രണ്ടെണ്ണമാണ്. രണ്ടും എടുത്തേക്ക്. പിന്നെ എന്തുവാണ് ബീഫ്, പിന്നെ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി, ചിക്കൻ ഡ്രൈ റോസ്റ്റ് എടുത്തേക്ക്. ചിക്കൻ ഫ്രൈ റോസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ കൊടുത്തേക്കാണ്. 1 കൊണ്ട് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഇല്ല, ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ. ബോയ്സ് പിക്കിൾ എടുക്കണം. പിക്കിൾ എടുക്കണം. ഒരു പപ്പടം പോരട്ടെ. വലിയ പപ്പടമാണ്, നോർമൽ പപ്പടം. റൈറ്റൻ പിക്കിൾ നല്ല ഉള്ളി ബിരിയാണി. റൈറ്റ പിക്കിൾ. റൈത്ത റൈത്ത ഒന്നുമില്ല, സെപ്പറേറ്റ് എടുക്കണം. റൈത്ത എടുത്തേ. ആ 16 രൂപയ്ക്ക് ഓംലെറ്റ് ആണ്, ബോയിൽഡ് ഒക്കെ. അത് 2 പോരട്ടെ. അത് ഓണിയൻ വിനെഗർ സാലഡാണ്. അത് പറഞ്ഞാൽ പോരട്ടെ. ക്വാണ്ടിറ്റി എത്രയുണ്ട്? 100 ml. അത് ഇരിക്കട്ടെ. പൈനാപ്പിൾ സാലഡ് ഒരെണ്ണം എടുത്തേ. ഒരു പായസം 3 എടുത്തേ. പിന്നെ അത് ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതെങ്കിലും പറയണം. ചിക്കൻ ദം ബിരിയാണി, ഫ്രൈ ദം ബിരിയാണി, മെയിൻ ചട്നി ഉണ്ടോ? മെയിൻ ചട്നി ഒരെണ്ണം എടുത്തേ. പപ്പടം, റൈത്ത 2, ബോയിൽഡ് 2, ലെമൺ പിക്കിൾ 2, ഒരു പൈനാപ്പിൾ സാലഡ്. മീൽസ് തന്നെ. മീൽസ് ചൂസ് ചെയ്ത് പറയാനാണ് ഒരു സൈഡ്സ് ചൂസ് ചെയ്തെടുക്കുന്നത്. മീൽസ് എല്ലാം ചൂസ് ചെയ്യണം. ഒരു സ്മോൾ റൈസ് ബോൾ, കിച്ചടിയാണ്. കിച്ചടി അത് തന്നേക്ക്. സാമ്പാർ തന്നേക്ക്. പുളിശ്ശേരി തന്നേക്ക്. അവിയൽ തന്നേക്ക്. കൊത്തിറച്ചി, തോരൻ തന്നേക്ക്. പിന്നെ പപ്പടം ഒരോട് തന്നേക്ക്. പിന്നെ കായ ബീഫ് കറിയാണ്. പിന്നെ ലെമൺ പിക്കിളും, പാവയ്ക്ക പിക്കിളും, ബീട്രൂട്ട് പിക്കിളും, മാംഗോ പിക്കിളും, തേങ്ങാച്ച മന്തി, അതൊക്കെ തന്നേക്ക്. പായസം ഒരാൾ പറഞ്ഞായിരുന്നു, പായസം ട്രൈ ചെയ്യണം. പായസം ഞാൻ പറഞ്ഞ ഓർഡർ ചെയ്യും. എന്തൊക്കെ ഫിഷ് ഉണ്ടോ? ഫിഷ് കറി ഒന്നുണ്ടോ? ഫിഷ് മുളക് കറി അല്ലേ? അതൊക്കെ കൊണ്ടാട്ടം മുളക്ക. മുളക് ഇരിക്കട്ടെ. എന്നിട്ട് രസം തന്നേക്ക്, കേട് തന്നേക്ക്. പിന്നെ പച്ചമുറി തന്നേക്ക്. പച്ചമുറിയില്ല, രസം കേട്ടു. ഞാൻ നല്ല വിശപ്പുണ്ടെന്നാണ് ഞാൻ ഇതിനു വേണ്ടി തന്നെ വന്നേ. കുറച്ച് പേര് അതെ. എത്രയൊക്കെ തന്നേക്ക്? എത്രയായി? 894. അത്ര ആളല്ല. ഡ്രിങ്കിങ് വാട്ടർ തന്നേക്ക്. അല്ലാതെ തന്നേക്ക്. ഇനി ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയട്ടെ. ഞാനിപ്പോൾ പറയാം. കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. 914. ഇത് വന്ന് മേടിക്കണ്ടേ? ഇത് ഓർഡർ ചെയ്തൊന്ന് വായിച്ച് പറഞ്ഞു കൊടുക്കും. ബോയ്സ്, അപ്പം നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ ദം ബിരിയാണി വിത്തൗട്ട് റൈത്ത ആൻഡ് പിക്കിൾ ഹാഫ്. ചിക്കൻ ഫ്രൈ ദം ബിരിയാണി വിത്തൗട്ട് റൈത്ത ആൻഡ് പിക്കിൾ ഹാഫ്. എല്ലാം കറക്റ്റായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന പോലെ വായിക്കത്തുള്ളേ. ബീഫ് ഫ്രൈ സ്മോൾ, പപ്പടം 3 എണ്ണം, റൈത്ത 100 ml 2 എണ്ണം, ബോയിൽഡ് എഗ് 2 എണ്ണം, ലെമൺ പിക്കിൾ സ്മോള്, ഒണിയൻ വിനെഗർ സാലഡ് 100 ml,
പൈനാപ്പിൾ സാലഡ് 100 ml, പായസം 100 ml, എല്ലാം പറയാം. കറക്റ്റ് ബില്ല് പോലെ പറയത്തുള്ളൂ. പുതിന ചമ്മന്തി സ്മോൾ, റൈസ് സ്മോൾ, അവിയൽ സ്മോൾ, കൂട്ടുകറി സ്മോൾ, പച്ചടി കിച്ചടി സ്മോൾ, തോരൻ സ്മോൾ, തേങ്ങാ ചമ്മന്തി സ്മോൾ, പിക്കിൾ സ്മോൾ, പിക്കിൾ സ്മോൾ, ഫിഷ് മുളക് കറി സ്മോൾ, പീസ് 1, കറി, കൊണ്ടാട്ടം മുളക് 1, രസം സ്മോൾ 1, കേട് സ്മോൾ 1, അക്വാഫിനയുടെ വാട്ടർ ബോട്ടിൽ. അത്രയാണ് മേടിച്ചിരിക്കുന്നത്. വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. 871 സബ് ടോട്ടല്, 21.28. നിനക്കത് മനസ്സിലാകത്തില്ല. അതാ SGST 21.28. ആണ് എല്ലായിടത്തും സെയിം. അതാ പറയുന്നത്. ഇതിനെ കുറിച്ചൊരു സംസാരം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഗ്രാൻഡ് ടോട്ടല് 914 ആണ്. ഓക്കെ, നിങ്ങൾ പറയുന്നത് നോർമൽ വലിയ വിലയില്ലല്ലോ. ഇല്ല. എന്താ നമ്മൾ മേടിച്ചത്? 3 ഒരു മീൽസും ഒരു ചിക്കൻ ബിരിയാണി, ഒരു ചിക്കൻ ദം ബിരിയാണി അല്ല മേടിച്ചത്. അത്ര മേടിച്ചുള്ളൂ. ബാക്കി എല്ലാം അഡീഷണൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വായു സാധനങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടേ ആ റേറ്റിന്റെ സ്പ്ലിറ്റ് ഒന്ന് നോക്കിയാൽ നിനക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. ഫുഡ് കഴിക്കാൻ വന്നത് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഐഡിയ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഫുഡൊക്കെ വരുന്നു. ഒരുപാടുണ്ടല്ലോ. കറിയല്ലേ തൊട്ടുകറി സൈഡുള്ള. ഇനി ചോറുണ്ട് ഗൈസ്. ഞാൻ അടിപൊളി റിവ്യൂല് വരുന്നുണ്ട്. ബോയ്സ് എല്ലാം ഫുഡ്, ഉപ്പേരി, കച്ചേരി, ബീഫ്, എല്ലാ സാധനവും ഒന്ന് കാണിച്ചേക്ക്. എനിക്ക് ബാക്കിയുള്ള മേടിച്ച ഫുഡല്ല. ഇത് വേണം നമുക്ക് ഇനിയും വേണേൽ കുറച്ച് ഓർഡർ ചെയ്യാം. അത്യാവശ്യം സാധനങ്ങളുണ്ട് ഇവിടെ. ഈ പ്രനീഷ് എന്താണ് പറയുന്നത്? അതൊക്കെ ഉണ്ടോന്ന് അങ്ങനെ ക്ലോസപ്പ് എടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? എനിക്ക് അറിയാത്ത എല്ലാം കാണണം. ഇതെല്ലാം കാണണം. ആ മെയിനായിട്ട് എഗ് ഉണ്ട്, അതൊക്കെ കാണണം. എനിക്കെന്തോ അറിയാത്തതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതൊക്കെ തോന്നുന്നതായിട്ട്. ആ എക്സ്പ്രഷൻ. ഞാൻ ദുബായി പോയി കുറച്ച് ദിവസം വന്നേ ഉള്ളൂ. ഒട്ടകം അല്ലേ? ഒട്ടകം. ഞാൻ ഒട്ടകം കഴിച്ചിട്ട് വരുമായിരുന്നു. ഒട്ടകം, മാൻ ബിരിയാണി. ഞാൻ ചോറ് കഴിക്കുന്നില്ല, ഞാൻ ബിരിയാണി. സൗണ്ട് വരുന്നില്ല, ഞാൻ നോക്കിയില്ല. ചോറും ഇത് ബിരിയാണിയാണ്. ഇത് നോർമൽ പപ്പട. അതെ, വിചാരിച്ച വെച്ചാൽ വലിയ പപ്പടമായിരിക്കുന്നതാണ്. പക്ഷേ ഈ പപ്പടത്തിന് 6 രൂപ, 7 രൂപ, 6 രൂപ പപ്പടം. പോയി ഞാൻ റിവ്യൂ പറഞ്ഞതെന്ന് പറയുന്നത്, ഞാൻ റിവ്യൂ ഐ വിൽ ബി ഓണസ്റ്റ്. ഞാൻ ഒറ്റയടിക്ക് കയറി എന്നെ ഫുഡ് റിവ്യൂ ലൈവായിട്ട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ബിരിയാണി? നമ്മുടെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പല തരത്തിൽ കഴിച്ചിട്ടുണ്ട്. ബിരിയാണി എന്ത് ബിരിയാണി എനിക്ക് അറിയില്ല. ബിരിയാണിയാണ്. ബിരിയാണിയാണ്. എന്ത് ബിരിയാണിയാണെന്നറിയില്ല. ചിക്കൻ ആ കാലെടുത്ത് കൈ ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പ്രൈസ് പോകത്തനുസരിച്ച് കൊള്ളാവുള്ളതിലാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. 150 രൂപയുടെ അല്ലേ? എനിക്കത് കുഴപ്പമാണ് കൊടുക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ബിരിയാണി ഫൈനാണ്. അത് കഴിക്കും. ബിരിയാണി കുഴപ്പമൊന്നുമില്ല, ചിക്കന് കുഴപ്പമില്ല. എന്നുവെച്ചാൽ ചിക്കൻ അങ്ങനെ സോഫ്റ്റാ. കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല. നല്ലതാ. നല്ലതെന്ന് വെച്ചാൽ ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്. ഞാൻ ഓണസ്റ്റായിട്ടാണ് പറയുന്നത്. നിങ്ങൾ കഴിക്കുന്നില്ല, ഞാൻ മാത്രം കഴിക്കണമല്ല. എടാ ബിരിയാണി കുഴപ്പമില്ല. ആൾക്കാർ കംപ്ലൈൻറ്റ് എനിക്ക് വന്നതാണ്. തിരക്കില്ലാത്ത ലെഗ് പീസും ഉണ്ട്. തിരക്കില്ലാത്ത ലെഗ് പീസും ഉണ്ട്. ഒരു ചെറിയ പീസും കൂടി ഉണ്ട്. ചിക്കനല്ലേ? എന്താ പ്രശ്നം?
നിങ്ങൾ എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കാൻ അറിയത്തില്ല. ഇറ്റ് ജസ്റ്റ് ഓക്കെ. ഇവിടെ എന്ത് പറയാനാ, ബിരിയാണി ഇസ് അപ്രൂവ്ഡ്. ഐ തിങ്ക് 2 ബിരിയാണി നല്ലതൊക്കെ തന്നെ. അവരുദ്ദേശിച്ച സാധനം ബട്ട് ഇതല്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്തായാലും ഉദ്ദേശിച്ചായിരുന്ന എന്ത്? അത് അവരുദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കമൻറ്റിൽ പറയും. കമൻറ്റിൽ പറയണമെന്നില്ല. ഇത് കുഴപ്പമൊന്നുമില്ല. നോവ എന്നാണ് പുള്ളിന്റെ സിമ്പിളൊക്കെ ഇടുന്നത്. അത് റെഡ് വിളിച്ചതിൻ്റെ ക്യാമറ ഉള്ളതുകൊണ്ട് 2 പീസ് ചിക്കനാണ്. അങ്ങനെ ഇതൊരു പീസ്. അതും ചിക്കനല്ലേ? അല്ല ഇതൊരു പീസേ ഉള്ളൂ. അങ്ങനെയല്ല, ഒരു പീസ്. ആ ചിക്കനകത്ത് 2 പീസ് കണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഈ 2 ചോറും ഒന്നാണ്. ഈ ഒരേ സാധനം ഷോർട്ട് ചെയ്യേണ്ടി വരും. അത് ബിരിയാണി ഡീസൽ, ഞാൻ എല്ലായിടത്തും പറയില്ല. നിങ്ങൾ ചോറ് ഞാൻ ഈ ഇന്നലെ ടേസ്റ്റ് ചെയ്തു. 16 രൂപയുടെ മുട്ട ടേസ്റ്റ് ചെയ്യാം. കുറച്ച് പേര് പറഞ്ഞ് കാടമുട്ടയാണ്. മുട്ടയ്ക്ക് കുറച്ച് വലിപ്പമില്ല. 16 രൂപയ്ക്ക് കുറച്ച് അത് വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്നു ഒരു മുട്ടയിൽ നിന്ന്. കുഴപ്പമില്ല. ഇത് രണ്ടിനും ഇതിനൊരു ഇച്ചിരി മസാലയുടെ ഫ്ലേവർ. ഈ ഫ്രൈഡിൻ്റെ ഒരു ഫ്ലേവർ ഒരു കാടമുട്ടയുടെ സൈസ് ഒന്നും മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഉണ്ടല്ലേ. ഞാൻ എന്ത് പറയാനാ, മുട്ടയല്ലേ. മുട്ടയ്ക്കത് നിങ്ങൾ പറയാമെന്നില്ല. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം നിയമം. എല്ലായിടത്തും സെയിം ആയി. ഇത് കഴിച്ചു വരുമ്പോൾ കുറച്ച് നേരം ഫുഡുണ്ടല്ലോ. ഇത് കുറേ നേരം ഓർഡർ ചെയ്തോണ്ടാണ് കാണാൻ ചെറിയ ക്ലാസ്സുകളുള്ളൂ. വേറെ ഫുഡൊന്നുമില്ല. വേറെ ഫുഡ് ഇല്ലേ? ഉണ്ട്. ഞാൻ കുറേ ഇതെല്ലാം കൂടെ നമുക്ക് കുറേ ഫുഡുണ്ടല്ലോ. തോന്നുന്ന മാങ്ങ അച്ചാർ, അപ്പൊ നീ ഇതെല്ലാം കൂടെ ഇത് മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാറാണ് ഇത്, അല്ല മീൻ കറി. പിക്കിള് പറഞ്ഞാൽ ആ മീൻ കറി ഒരു മീനിൻ്റെ ടേസ്റ്റ്. മീൻ്റെ ടേസ്റ്റ് ഉണ്ടാ മീൻ കറി ആയിരിക്കും. കഴിച്ചു നോക്കി. അച്ചാർ ചിലപ്പോൾ മീനച്ചാറായിരിക്കും. തണുത്ത അച്ചാറല്ല. നീ കഴി, നീ എന്തിനാ ഇത്തിരത്? മീനിന്റെ ടേസ്റ്റ് ചെറിയ ജസ്റ്റ് ഒരു ഇത് ചെറിയൊരു മീൻകറി ടേസ്റ്റ്. ആ ഇതിൻ്റെ ഇരിക്കും. ഞാനൊക്കെ വെച്ച് ഇതായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ലേറ്റാണ് തോന്നുന്നതായിരിക്കും. എക്സ്പെൻസീവ് മുട്ടായും കയറില്ല, അത് ചിലപ്പോൾ തോന്നുന്നു. നിങ്ങൾ ഓരോന്നൊക്കെ വെച്ച് കിടന്നോണ്ട് എന്താണ് എന്ത് സംഭവിക്കാൻ പോവാണ്? ടെസ്റ്റ് പറയുന്നത് നാട് ഈ എന്താ പറയുക ബീഫ് ആവറേജാണ്. പക്ഷെ ഞാൻ ഇറ്റ്സ് ഓക്കെ. എനിക്ക് അല്ലാതെ എത്ര രൂപ ഇതിന് ബീഫിന്? പക്ഷെ എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം സൈസ് തന്നെയാണ്. പ്രൈസും ഇപ്പോൾ സെയിം ആണ്, കുറവാണ്. ബീഫാണ് വളരെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ഓരോ എടുത്ത് കഴിയും. ഞാൻ നല്ല മെയിനായിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാം. അതാണ് ഞാൻ ബീഫ് നോക്കിയേക്കുന്നത്. ഇതാണ് ഇത്ര ഫിഷിൻ്റെ ടേസ്റ്റ് എന്ത് പറ്റി? സോഫ്റ്റ് ബീഫ് ഫ്രൈ സ്മോൾ. നാട്ടിലെത്ര രൂപ ബീഫിന്? അതെത്ര രൂപയായിരിക്കും? അതെത്ര രൂപ? 50 രൂപയല്ലോ. എനിക്ക് 110. അതേ ഉള്ളൂ. ചെറുതായിട്ട് ഞാൻ വായിച്ച് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. ചില വായിക്കുന്ന ഒരു എനിക്ക് തോന്നില്ലേ ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കപ്പി കൊടുക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് കപ്പ് മാറി വീണതാണ്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു അച്ചാർ ഉദ്ദേശിച്ചത്. ബീഫ് അച്ചാറാണ്. അല്ല ബീഫ് തന്നെ കുറച്ച്
അതിന് ഫുഡ് കുഴപ്പമില്ല കേട്ടോ. ഇനി കുറ്റമാണ് പറയാനൊന്നുമില്ല. നിങ്ങൾ ഈ ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. ഇതാണ് പറഞ്ഞ ക്വാണ്ടിറ്റി കുറവാണ്. റൈസ് ബിരിയാണി ഓക്കെ, ബിരിയാണി അവോയ്ഡ് ചെയ്യില്ല, ക്വാണ്ടിറ്റി കുറവാണ്. സാലഡ് നല്ലല്ലേ? ഓ നല്ല അച്ചാർ, ഇന്നലെ മുറിച്ചിട്ട് തോന്നുന്നു. ഞാൻ ഈ മുളക് വരെ മേടിച്ചേറ്. എത്ര രൂപ ഇത്? ആ തൈര് മുളക്, തൈര് മുളക്. മഴ മഴ മഴ. തോരൻ എന്തിൻ്റെ പേര്? മുളക് കൊണ്ടാട്ടം. മുളക് കൊണ്ടാട്ടോ? 6 മറ്റേ കഴിച്ച് കഴിയുമ്പോൾ കൊണ്ടാട്. ഇത് പൈനാപ്പിൾ സാലഡ് അല്ലേ? ഇത് വേറെ അപ്പോൾ നിങ്ങൾ നോക്കിക്കണ്ട് മേടിച്ചാൽ മതി. ചിലരൊക്കെ കുഴപ്പമില്ല, മീൻകറിയൊക്കെ എനിക്ക് പോലെ കുഴപ്പമില്ല, 60 രൂപയൊക്കെ. നിങ്ങൾ നോക്കിക്കണ്ട് ചിലത് മേടിച്ചാൽ മതി. ബീഫ് കുറച്ച് ജാസ്തി ചെയ്യാം, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. പായസം കുടിച്ചില്ല. എൻ്റെ വയറെല്ലാം കൂടി കഴിച്ചിട്ട് എന്തുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വയറ് ഓൾറെഡി കാലിയായിരുന്നു. നിങ്ങൾ ശമിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ പായസം കുടിച്ചത്. കൊള്ളാം. നിങ്ങളിങ്ങനെ നോക്കുന്നത് ഞാൻ എന്താ പറയും? പറ നീ. അവര് ഞങ്ങളല്ലല്ലോ, അവര് നോക്കുന്നില്ലേ? 816 പേര് ഇപ്പൊ നോക്കും. ഞാൻ ഫുഡ് റിവ്യൂ അല്ല. അപ്പോൾ ഞാൻ ഫുഡ് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് പായസമാണ് കസ്റ്റേർഡാണ്? നല്ല ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ എടുക്കാൻ വരുവാണ്. അങ്ങനെ പറയണം. വിളിച്ചോ, ഞാൻ പൈസ ഒരുമിച്ച് പിടിക്കും. എന്തായിരിക്കും എന്ത് പറ്റി? കുഴപ്പമില്ല guys. അല്ലല്ലേ? അല്ല അല്ലല്ലേ? ടീ ആൻഡ് സ്നാക്സ് ട്രൈ ചെയ്യടാ. ഇവിടുത്തെ ഫുഡുകളും കഴിക്കണം, മേടിച്ചൊന്നും വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. എനിക്ക് വാശി ചെയ്തില്ല. അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് പോയി അമ്പലപ്പുഴയിലൊക്കെ മധുരം വരുന്ന ഞങ്ങളിനി ആലപ്പുഴക്കാര് പായസത്തിന് അമ്പലപ്പുഴ മധുരമൊന്നുമില്ല. അല്ല ആ മധുരമില്ല. അല്ല മധുരമാണ് ഫോക്കസ്. എനിക്ക് മിൽക്ക് മെയ്ഡെ കാട്ടിൽ എനിക്ക് ഇതായിട്ട് ഫീൽ ആയത് കസ്റ്റേർഡാണ്. അത് നല്ല കുടിക്കാൻ. കുഴപ്പമില്ല, കുടിക്കാൻ നല്ല. എനിക്ക് ഇങ്ങനെ വന്ന് ഓരോ ഐറ്റം ഓർഡർ ചെയ്യുന്ന ടാസ്ക്. എനിക്കൊരു മീൻ എന്നിട്ട് അതിനകത്തുള്ള ഐറ്റം തരുന്നതാണ്. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആവും. എന്ത് മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ മാറുന്നു. ഒരു ചമ്മന്തി കൂടി കഴിയും. ചമ്മന്തി കൂടി കഴിയും. ചമ്മന്തി ബിരിയാണി എന്താണ് കോഴിക്കോട് വരെ കഴിക്കുന്നതാണ്. ചമ്മന്തി ബിരിയാണി കഴിക്കും, നല്ല ടേസ്റ്റാണ്. നല്ലതായിട്ട് മിക്സ് കഴിക്കും. ചമ്മന്തി ബിരിയാണി കോഴിക്കോടുള്ള ടേസ്റ്റാണ്. നോക്കിയാൽ ഞാൻ ചോറ് ചോറാന്ന് ചമ്മന്തി ഇടല്ല. ചമ്മന്തി ബിരിയാണി കോഴിക്കോട് മതി മതി. എന്താണ് വെറുതെ ഒട്ടുകൂടെ എടുത്തത് ചമ്മന്തി. നല്ലയാ. ചമ്മന്തി ബിരിയാണി നിങ്ങൾ കഴിക്കും. ഞാൻ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാ. ചമ്മന്തി ബിരിയാണി നല്ല കണ്ണൂർ. നിങ്ങൾ കഴിക്കേണ്ടി വരും കേട്ടോ. അതല്ല ഞാൻ തന്നെ ബിരിയാണി കഴിക്കാം. ഈ സാധനമൊക്കെ സൈഡ് മേടിച്ചിരിക്കുന്നത്. അച്ചാറ് കുറേ ഉണ്ട്. ഞാൻ തൊട്ട് നിൽക്കുന്ന രീതിയിലാണ് പ്രതീക്ഷ. പക്ഷേ ഇത് അച്ചാറൊക്കെ സെയിം ക്വാണ്ടിറ്റി ബീഫ് കണക്ക്. ഞാൻ പറയുന്നില്ല, എൻ്റെ വയറില്ല. അത് എന്നാലും നിങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ വന്നു കഴിച്ചു.
അവന് ഒടുക്കത്തോ മിക്സിങ് നീന്ത് കഴിച്ചാൽ അറിയായിരുന്നു. നീന്ത് കഴിക്കുന്നത് നമ്മള് ബിരിയാണി എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. നീ പീസ് കഴിക്കടാ. ആ ചമ്മന്തി മിക്സ് ചെയ്ത് കഴിയും. ഇങ്ങനെ വേണം മിക്സ് ചെയ്യും. ഇങ്ങോട്ട് പോയി കൂട്ടൊക്കെ എനിക്കോട്ടൊന്നും വേണം. എനിക്കോട്ടെ എനിക്ക് വയറ് വേണ്ടല്ലോ. ഇവിടുത്തെ ഫുഡിന് ഒന്നല്ല കേട്ടോ പ്ലീസ്. എനിക്ക് വയറ് മുളെടുക്കുന്നതാണ്. അർജുൻ ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ബിരിയാണി കഴിക്കാം. ഈ വയറിന് ഒറ്റ സ്പേസ് ഇല്ല. ഞാൻ തള്ളി കയറ്റാൻ പോകും. ഫുഡ് കംപ്ലീറ്റ് ആക്കാം. ടെൻഷൻ അടിക്കുന്നത്. ഈ സൈഡ് കറിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാം. പായസവും മീൻകറിയും കൂടെ മീനും കൂടെ കഴിക്കാൻ അനുഭവിക്കണം. നിങ്ങൾ പായസവും മീൻകറിയും കൂടെ അനുഭവിക്കണമെങ്കിൽ പായസം കഴിക്കുക. പായസം മീൻകറി ഇല്ല. വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രീയാ. ഈ കപ്പ് ഫ്രീയാ. രണ്ടുകൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തൊന്നുമില്ല. ഓരോരുത്തരുടെ പൊക്കതന്നെ ഒഴിക്കണ്ടേ അറ്റ്ലീസ്റ്റ്. പാത്രത്തിൽ ഒഴിച്ച് അല്ലെ ഈ കപ്പിലോട്ട് ഒഴി. കപ്പ് അവർക്ക് കഴിയണ്ടല്ലേ. അപ്പൊ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യും. കാണിച്ചു കൊടുത്തത് കാനയല്ല. ഒരുപാടൊന്നുമില്ല. അത് കാണുന്ന ഒന്നുമില്ല. നല്ല ഡയറ്റിലാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. കിണ്ടി ഇന്ന് രാവിലെ പിന്നെ അത് പിടിച്ചതാ. വാവ 1 ലിറ്റർ കുടിക്കുന്നതാണ് എന്റെ ഡയറ്റ് മൊത്തം പൊട്ടിയത്. ഇപ്പൊ വിഷം ഉണ്ടാക്കിയിരിക്കുമല്ല. കഴിച്ചോ? വൈറ്റ് റൈസ് സ്മോൾ പോലെ എന്റെ പവർ നീ ഇവിടുന്ന് കേട്ടുന്നില്ല. ഇതൊക്കെ എടുത്ത് കഴിയും. എനിക്കറി വേണ്ട. ഇത് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. മീൻ വിത്ത് അങ്ങോട്ട് കഴിയെടുത്ത് ഇനി പോട്ടെ. ഞാൻ തൂറിക്കിടന്ന് ഞാൻ ഓൾറെഡി പ്രശ്നമായിട്ടിരിക്കുക. പ്രശ്നം എന്താണ്? ഇത് എങ്ങനെ കഴിക്കുക? പായസവും മീൻകറി അനുഭവം കഴിക്കണമെന്ന് പറ. എല്ലാരും പറ. അക്ഷയം ചെയ്യണം. ഞാൻ ചെയ്യത്തില്ല. അക്ഷയം ചെയ്യണം. മെൽവിൻ ജോലി കറക്റ്റാ മോനെ. അക്ഷയം ചെയ്യണം. നിന്റെ വീട് എവിടെയാണ് മെൽവിൻ? നമുക്ക് ഐഡിയ ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളപ്പം ആ രീതിയിൽ എടുക്കടാ. ജോസൻ 20 അക്ഷയ ബ്രോ ചെയ്യണം. അത് പറഞ്ഞു. നിന്റെ വീട്ടിലോട്ടുള്ള വഴി എനിക്കറിയാം കേട്ടോ. നീ നോക്കി നീ അവിടെ നിന്നോ. നിങ്ങൾ എന്റെ മോന്ന് മൈൻഡ് ചെയ്തത് കേട്ടോ. എന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇന്നത്തെ റെഡ് ബുളിന്റെ നിങ്ങൾ മൈൻഡ് ചെയ്തത്. ഇത്ര പീസ് എടുക്കുക. താങ്ക് യു. എങ്ങനെ കഴിക്കുന്നു മിത്രോ? ആ പുളിശ്ശേരി അല്ല പായസവും ചോറും ഇട്. കഴിക്കട്ടെ. നിങ്ങൾക്ക് ലാഗ് അടിക്കും. ഞാൻ കഴിച്ചു കാണിക്കാം. ഞാൻ കഴിച്ചു കാണിക്കാം. പായസം എന്തായാലും വയറ്റി പോണം. ഞാൻ കഴിക്കും. കഴി ചാറോട്ട് ഇടിച്ചോ? അപ്പൊ മീന ചാറല്ലേ കൂടുതൽ ബുദ്ധിമുട്ട്. മീനെന്ത് കഴിക്കാതിരിക്കുന്നത്? മീൻ പൊക്കത്തല്ലേ ജസ്റ്റ് ലെയർ ആയിട്ട് എടുത്തുള്ളൂ. ഞാൻ മറ്റേ ആ കടയുടെ പേരെന്തുവാ നമ്മള് പോയത്? നിർവാണയാണ്. പായസത്തിന്റെ പൊക്കത്ത് മീനിട്ട് കണക്ക് തന്നെയായിരുന്നു. പായസത്തിന്റെ മീനിട്ട് കണക്കായിരുന്നു അത്. അതിൽ ആ ഒരു വ്യത്യാസം ഉള്ളത്. അത് കാണാം. മുള്ളൊന്നും ഇടരുത് കേട്ടോ. മുള്ളിട്ട് ഒരു കഷ്ണം മീൻ കൂടി നീ എടുക്കും. ഇളക്കി ഇളക്കാതെ എന്റെ വയറെന്തായാലും പോയി കിടക്കും. എനിക്ക് കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും. ഇത് കണ്ടല്ലോ. ഇതൊക്കെയാണ് ഗൈസ്. നിങ്ങൾ വെറുതെ കഴിക്കാനും. എന്റെ വയറ് ഇത് കുടിച്ചു കഴിയുമ്പോൾ അർജുന്റെ കാര്യത്തിൽ തീരുമാനമാവും. പെട്ടെന്ന് തന്നെ റൂം കൂട്ടി. നീ എടുക്കണം. ഇച്ചിരിയോടെ എടുക്കണം. ഞാൻ എത്ര ഒന്നല്ലേ നല്ല അല്ലേ? മറ്റേ നിർവാണ ടേസ്റ്റ്. ആ നിർവാണ ടേസ്റ്റാ അല്ലേ? സിമ്പിൾ. നല്ലതെന്ന് പറയുമ്പോ
നല്ലതെന്ന് മനുഷ്യരല്ലേ guys. നല്ലതെന്ന് പറയുമ്പോൾ ഗോറ്റു ഫുഡൊന്നും അല്ല, കഴിക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ. വെറുതെ പോയി നേരെ കയറി ഒന്ന് mix ചെയ്ത് കൊള്ളാം അടിപൊളിയാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് പായസം കുടിക്കത്തില്ല, ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. ആ നിർവ്വാണം കഴിച്ചു, അത് ഇതൊക്കെ തന്നെ. നീ അന്ന് എൻ്റെ കൂടെ കഴിച്ചത് അത് കൊള്ളാം. എന്നുവെച്ചാൽ ഗ്രേവി നൈസ്. അപ്പോൾ ഞാൻ ബിരിയാണി തീർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവൻ്റെയാ, എൻ്റെ അല്ല. അതെൻ്റെ അതെ കണ്ടോ, ഞെട്ടി തരിച്ചിരിക്കും. ഇതെൻ്റെ മാറ്റണം. ഓ ഗ്ലാസ് പ്രശ്നമാക്കും അവർ. ഞാൻ കഴുകി കൊടുക്കാം. അത്രേ ഉള്ളൂ. അത്ര അല്ലെങ്കിൽ ഞാൻ അതിന് പൈസ കൊടുക്കാം. ഗ്ലാസ്സിനുള്ള പൈസ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിനുള്ള പൈസ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. അല്ല ഗ്ലാസിൻ്റെ പൈസ നീക്ക് എന്താണ് പറയുന്നത്? അല്ലേ? നിങ്ങളെന്ത് പറയുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അല്ല ചിലപ്പോൾ അവർക്ക് ഇത് ഒരെണ്ണം റീപ്ലേസ് ചെയ്യാൻ കാണത്തില്ലെങ്കിലോ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയത്. എന്ന് വേണം കോവയ്ക്ക് ഗുഡ്. തോരൻ്റെ ടേസ്റ്റ് അതാ സംഭവം. എൻ്റെ നല്ല സൈഡ് ഡിഷ് എന്ന് പറയുമ്പം ഇത് കാണിക്കുക. അതങ്ങനെ കഴിച്ചു. ഇതെന്തുവാ? അത് കടലയാ? അത് തോരൻ, പച്ചയ്ക്ക, കടല. ഏറ്റവും നല്ല സൈഡ് ഡിഷ് പായസം മീൻകറി. പായസം കൊള്ളാം. ബാക്കിയുള്ളതൊക്കെ ഇറ്റ്സ് ഗുഡ്. ചമ്മന്തി നിങ്ങൾ എന്തോ എന്നെ കൂടെ റിവ്യൂ പറയും. ഞാൻ റിവ്യൂ പറയുന്നുണ്ടോ? ഞാൻ പറയാം. നീയും പറയണ്ട, കഴിച്ചിട്ട് പറയാം. റിവ്യൂ പറയാൻ പോകും. ബിരിയാണി കൊള്ളാം. എനിക്ക് റിവ്യൂ പറയാൻ പറ്റത്തില്ല, ഫുഡ് വായിക്കുന്നു. ഞാനൊരു കാര്യം ഇപ്പം എനിക്ക് തരണമെന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല. ഇത് അവിടെയുള്ള ഷോപ്പാണ്. ഇത് എവിടെയുള്ള ഷോപ്പാണ്? ഇത് മെട്രോ കട്ടവടയില്ല, വേറെ ഒന്നും കടയില്ല. ഇത് കോട്ട. നിങ്ങളിവിടെ വന്ന് ഗൈസ് ഏതൊരു രണ്ടാം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഉള്ളതാ. രണ്ട് കടയുള്ളതെന്ന് തോന്നുന്നു ഇവിടെ എറണാകുളത്ത്. ഒന്നും അറിയത്തില്ല അതെന്ന് തോന്നുന്നു. അതിലൊരെണ്ണം മെട്രോയുടെ അവിടെ ഉള്ള കട. വട്ടക്കൊട. അവിടെയാ ഏത് സ്ഥലം ഇത്? എന്ത് കൂട? വട്ട മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ബോബി കൂടെ മാത്രമേ അറിയാം. വടക്കേക്കോട്ട. വടക്കേക്കോട്ടയ്ക്ക് വട്ടോടെ പറഞ്ഞിട്ടില്ലേ? തൈരല്ലേ ഇത്? എന്ത് പിടിക്കാതിരിക്കുന്നത്? നന്നായി പിടിച്ചു. എനിക്ക് വേണ്ട. അച്ചാർ കുറയ്ക്കാനാണ് ക്വാണ്ടിറ്റി. ഇത്ര അച്ചാർ വേണ്ട. എത്ര നാരങ്ങയാണ്? കുളിരി. പൈനാപ്പിൾ ടീ ഉണ്ട്, ഗ്രേപ്പ് ടീ ഉണ്ട്, ജിഞ്ചർ ടീ, മിന്റ് ടീ. 2 ടീ പറ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നിതിൻ ഹരിദാസ് വിത്ത് 20 സൂപ്പർ ചാറ്റ്. ഞാൻ ലൈവായിട്ടാണ് യൂട്യൂബിൽ മെസ്സേജ് ലൈവ് ഞാൻ അറിയാതെ ഞാൻ ഈ വീഡിയോയിൽ പോകുമായിരുന്നു. ബ്രോ നല്ല ഹെൽപ്പായിരുന്നു എനിക്ക് പെട്ടെന്ന് എല്ലാ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറ ഏത് ടീ ആണെന്ന്. ലാഗടിപ്പിക്കാനല്ലോ, ജോലിയുള്ളതാണ്. ട്രൈ എവറി ടീ ഒന്നും പറ്റത്തില്ല. പൈനാപ്പിൾ ടീ, ഗ്രേപ്പ് ടീ. പൈനാപ്പിളും ഒരു ഗ്രേപ്പ്. പിന്നെ ഒരു ഈ മിന്റ് കഴിക്കുക. എനിക്ക് വേണ്ട. മിന്റ് ടീയാ? എനിക്ക് വേണ്ട കേട്ടോ. ടീ അത് മിന്റ് എടുത്തത്. 3 ടീ. 3 ടീ. ഇത് 3 നീ കുടിക്കും. പൈനാപ്പിൾ ടീ, ഗ്രേപ്പ് ടീ, മിന്റ് ടീ അതൊക്കെ കുടിക്കാം. അത്രേ ഉള്ളു. അതിൻ്റെ അടുത്താ കളി. കഴിച്ചല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അടുത്ത് ഏതാ റൂമുള്ളത്? നിങ്ങൾക്ക് വീട്ടിൽ പോകണല്ലേ? നിങ്ങൾക്കൊക്കെ എന്തോ അറിയാം എനിക്ക് അറിയാത്തത്. അതാണ് ഇങ്ങനെ ഇത്ര ചോദ്യം വരുന്നത്. ഞാൻ ദുബായിലായിരുന്നു. അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എനിക്കറിയില്ല. ആ റീലൊന്നും എനിക്ക് അയച്ചു തരും. ആ റീലൊക്കെ ഒന്ന് DM അയക്കും എനിക്ക്. ഞാൻ നോക്കട്ടെ. ഇപ്പൊ വേണ്ട. ഇപ്പൊ അയച്ചേക്ക് ഞാൻ പിന്നത്തേക്ക് വീട്ടിൽ ചെന്ന് നോക്കാം എന്തൊക്കെ നടക്കുന്നുണ്ട്. മുട്ട എന്തായാലും നൈസായിരുന്നു. പൊളിയായിരുന്നു. മുട്ടയും പപ്പടവും എനിക്ക് ഇതിന്റെ പുറകുള്ള ബാക്ക് സ്റ്റോറി അറിയത്തില്ല. അതാണ് നിങ്ങൾ ഇത്ര എൻജോയ് ചെയ്തിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. നിസാരല്ലേ? എടാ നീ ചമ്മന്തി കൂട്ടി കഴിയും. ആ ചമ്മന്തി എനിക്ക് ഇഷ്ടമല്ല. മിന്റ് ചമ്മന്തിയാ?
പുതിനെ അത് തണുപ്പടിച്ച് വരുന്നുണ്ടോ? ആ ചെറുതായിട്ട്. ആ അതാണ് ആ സാധനം അരച്ച് പുതിനയാ? ആ ചമ്മന്തി അത്. ഈ മറ്റേതാ? മറ്റേ നോർമൽ. ഐ ഡോണ്ട് യൂസ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇന്നലെ നീ കപ്പ് ഞാൻ പറഞ്ഞില്ല, നീ കഴിച്ചേരെ. ഇല്ല കപ്പ ഞാൻ കഴിക്കത്തില്ല യൂസിന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച്. നീ തന്നെയാണ് വിളമ്പിയത്. എത്ര ഉറപ്പായിരുന്നു? അല്ല കപ്പയെടുത്ത് വിളമ്പി. അതുകൊണ്ട് ഞാനൊരു അല്ല ഇത് കഴിച്ചാൽ എനിക്ക് ശരിയാകത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ കപ്പയോട് കഴിച്ചില്ല. കപ്പ പ്രോട്ടീൻ അല്ലേ, എനിക്ക് പക്ഷേ പ്രോട്ടീൻ ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ കടയിൽ നിന്ന് കഴിക്കുന്ന പ്രോട്ടീൻ. ആ എന്താ അവരൊറ്റൊരുത്തരാണ് ഇവാസ്റ്റാർക്കിന് ഞാൻ മെസ്സേജ് കൊണ്ടുപോയത് നമ്മളവിടെ. ഇവാസ്റ്റാർക്കിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കാണുവാനെ കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. ബാക്കി അതോ തീർന്ന അല്ല കുറച്ചുകൂടെ ഇങ്ങനെ പറ്റുന്ന ഇവരെയും കൊണ്ട് നടക്കേണ്ടി വരും. ഫുഡ് മേടിക്കായിരുന്നു. ഫുഡ് ബ്ലോഗ് അതല്ല ചലഞ്ച്. ഇത് കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ടിപ്പ് കൊടുത്താൽ പിന്നെ ഞാൻ കൊടുത്തു നോക്കാം, കുഴപ്പമില്ല. താങ്ക് യു. ഇത് മൂന്നും അർജുൻ ഓർഡർ ചെയ്താണ്. അർജുൻ ചായക്കകത്ത് ഉണ്ടാക്കാൻ പോകണം. അതുണ്ടോ? അതല്ലേ ഞാൻ വിചാരിച്ചത്. ഇത് വെറൈറ്റി അല്ലേ? ഞാൻ പാലിച്ചതൊക്കെ വിചാരിച്ചത് ഇത് കടിഞ്ഞാണ്. അല്ല നീ വെച്ചേക്കാം. ഞാൻ അവിടെ വെച്ചേക്കാം. അത് പൊങ്ങിക്കും. അതപ്പോ ഈ 3 ചായ ട്രൈ ചെയ്യുന്നതാണ് അർജുൻ. ഡെഫിനറ്റ്ലി അർജുൻ. എന്തൊക്കെയാണ്? പൈനാപ്പിൾ ഗ്രേപ്പും പിന്നെ മിന്റും. ആ ലെമൺ അല്ലേ? ലെമൺ മിന്റ് ലൈം. പൈനാപ്പിൾ നോക്കണേ. പൈനാപ്പിൾ ഞാൻ വാറക്കുന്നില്ല. പുതിയ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചു. പൈനാപ്പിളിൻ്റെ ഒരു ഇത് വരും. ഇത് വരും പൈനാപ്പിളിൻ്റെ. ഓക്കെ ഗ്രേപ്പ്. അതിന്റെ പുളി ഉണ്ടാവും. അതാ ഈ പൊക്കത്തെ ചുമന്ന സാധനം അല്ല, ഈ ബ്രൗൺ സാധനം കഫീന. തേയിലയാ? തേയില കലങ്ങാനല്ലേ അത്? പുളിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും കുടിക്കുമല്ലോ. കുറച്ച് ടേസ്റ്റി പൈനാപ്പിൾ. ഇത് 3 ഏറ്റവും ബെസ്റ്റ് പൈനാപ്പിളാണ്. അപ്പോൾ ക്യാമറ വിട്ട് കാണണ്ട. അത് ഒരു വരിക്ക് കുടിച്ചാൽ അത്രേ ഉള്ളൂ. കണ്ട നിറുകെ തട്ടി ഇല്ല അത് കുഴപ്പമില്ല. നിറുകെ തട്ടിയ ടേസ്റ്റാ. എന്താണ് ഞാൻ മേടിക്ക് ചൂടില്ല പിടിച്ചോ ഒറ്റ വലി മനസ്സിലല്ലേ? കുഴപ്പമില്ല. എനിക്കതൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഇപ്പൊ നേരത്തെ കട വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയാം. എന്തോ എവിടെ കട വന്നിട്ടുണ്ട്. എന്താ കഴിച്ചത് ഇല്ല രാത്രി? ഞാൻ കുടിച്ചു ചായല്ലയോ കുടിച്ചത്? അവർക്ക് ടേസ്റ്റ് ബഡ്സ് എന്തോ പ്രശ്നമുണ്ട്. ഫ്ലേവർ മനസ്സിലാകുന്നില്ല. എല്ലാം ഒരേ ഫ്ലേവർ ആയിട്ട് എന്തോ തോന്നുന്നു. മറ്റേ ഒരു മിഠായി ഉണ്ടല്ലോ മാംഗോടെ, ഒരു മാംഗോടെ മിഠായി ഇല്ലേ? ചെറിയ ക്യാൻഡി മാംഗോടെ മിഠായി. മറ്റേ മേളില് പച്ചയും താഴെ യെല്ലോ ആയിട്ടുള്ളത് ഇങ്ങനെ പൊക്കത്തിന് കവറിങ് ഉള്ള. അതിന്റെ പൈനാപ്പിളിന്റെ മിഠായിയുണ്ട്, മാംഗോ അല്ല. അതിന്റെ പൈനാപ്പിളിന്റെ മിഠായിയുണ്ട്. അതൊരു ചായക്കകത്തോട്ട് വീണ കുക്ക് ചെയ്യുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ആ ഫ്ലേവർ ഉണ്ട്. അതെല്ലാം നല്ല ഫ്ലേവർ ആണല്ലേ? ഇത് കൊള്ളാം. എനിക്ക് ഗ്രേപ്പ് എല്ലാം ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. ഇത് വലിയ കുഴപ്പമില്ല. ഗ്രേപ്പ് ജ്യൂസ് അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറഞ്ഞ ചൂടുവെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്യേണ്ടി വരും. അല്ല ഇത് മിക്സ് ചെയ്യണം. നീ കുടി, നീ കുടി. നിനക്കത് ഇഷ്ടപ്പെടും. ചാറ്റിനറിയാം. മാംഗോ ബൈറ്റ് ആണ്. മാംഗോ ബൈറ്റ്. അക്ഷയ പെയ്ഡ് റിവ്യൂ ഉണ്ട്. പെയ്ഡ് റിവ്യൂ അല്ല.
അങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പൈസ അജയ് റൈസ് ഞാൻ നോക്കാതെ. കൊള്ളാം കൊള്ളാം ഗ്രേപ്പ്. ഇത് ഞാനും കൊള്ളാന്ന് പറഞ്ഞത്. എനിക്ക് ഗ്രേപ്പ് ഇഷ്ടമാണ്. അതുപോലെ ഇത് ഗ്രേപ്പും ഒരു ലൈം ടീന്റെ ഒരു പുളിപ്പും. ഗ്രേപ്പും ഒരു ലൈം ടീയുടെയും പുളിപ്പും. ഇത് മിന്റ് ലൈം ഞാൻ പ്രാവശ്യം മിക്സ് ചെയ്ത് അതിനുവേണ്ടി ആ സ്പൂൺ തന്നത്. മിന്റ് ലൈം ജസ്റ്റ് പുളി ഉണ്ടാവും നല്ല രീതിക്ക്. പുളി ഉണ്ടാവും. ഈ പൈനാപ്പിള് മാത്രം ഒരു വെറൈറ്റിയാ. ബാക്കിയെല്ലാം കുഴപ്പമില്ല. പൈനാപ്പിൾ ഗംഭീരം. നൈസാ. നോർമൽ ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. എൻ്റെ ക്യാമറയുടെ ബാറ്ററി തീർന്നു. ഞാൻ ബാറ്ററി എടുത്തുകൊണ്ട് വരണം. അത് പോകുന്ന വഴി എടുക്കാം. ഞാൻ റെഡി ആയിട്ട് വരട്ടെ.